Hi guys, welcome back to our channel FJ Vlogs. FJ Vlogsന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആണ്. സർപ്രൈസ് ആവോ ചോദിച്ചാൽ ഒരാവും, അത് ഉറപ്പാണ്. പക്ഷെ സർപ്രൈസ് ആവുന്ന വീഡിയോ കിട്ടുമോ എന്നുള്ളത് ഞങ്ങൾക്ക് ഡൗട്ടാണ്. അറിയാം, ഞങ്ങള് ഇപ്പൊ എന്താണ് അപ്പൊ ഞങ്ങള് മെല്ലെ പന്തല്ലൂരിലേക്ക് താത്താന്റെ അടുത്തേക്ക് പോവാന്ന് സർപ്രൈസ് ഇപ്പൊ ഏകദേശം 7:30 മണി ആയിക്കണേ. അപ്പൊ എന്താണ് ഇനി അവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും ഒരു 8:30 8:45 ഒരു മണിക്കൂർ ഇവിടുന്ന് എടുക്കും. നിർത്തിയാല് കുറച്ച് സമയം എന്തായാലും 8:30 ആകുമ്പോഴത്തേന് താത്ത നാളെ വരുമെന്നൊക്കെ ചോദിച്ചതാണ്. അപ്പൊ ഞങ്ങള് പകലാണെങ്കിൽ വഴിയിലുള്ള കാഴ്ചകൾ കുഴപ്പമില്ല, നാളെ കാണിക്കാൻ മതി. നാളെ പകല് നമ്മള് എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അവിടുത്തെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രി അറിയില്ല, എല്ലാരും ഉണ്ടാവും. എന്താണ് സ്ഥിതി? എല്ലാരും വീട്ടിൽ സൗണ്ട് ഒക്കെ കുറച്ച് കുറവായിരിക്കും, കാരണം മൈക്കൊന്നും പിടിച്ചിട്ട് ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. മൈക്ക് സെറ്റ് ആക്കി ഞാൻ എന്റെ മൈക്ക് ഇടാം. അല്ല, ഒരു മൈക്ക് കതിമ പിടിപ്പിക്കാം, ഫോണുമ്മ പിടിപ്പിക്കാം. ഇല്ലല്ല, കരകരപ്പ് വരില്ല. ഒരു സർപ്രൈസ് എന്തായാലും ആവും, അത് ഉറപ്പാണ്. നാളെ വരുമോ എന്ന് ചോദിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോവാണെങ്കിൽ ഞാൻ ഷാബിക്കിന്റെ വീട്ടിലോട്ട് പോവാന്നൊക്കെ പറഞ്ഞ്. ഉണ്ണിയപ്പം കിട്ടിയാണ് കൈസ്. ഉണ്ണിയപ്പം അറിയോ? ഇത് നാളെ ഓണാണ്. അപ്പൊ ഓണത്തിന്റെ പേര് അപ്പൊ എന്താണ് ഇവിടെ വെച്ചാല് ഇവിടെ കഴിക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ ഞാൻ പന്തല്ലൂർക്ക് എടുക്കണം, അങ്ങോട്ട് കൊണ്ടുപോകാൻ നല്ലോണം 2 തിന്ന് ഞാൻ. കാരണം ഇപ്പൊ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഉള്ളതൊക്കെ ഞാൻ ഒന്നും വെച്ചല്ല. ഒക്കെ കഴിഞ്ഞു, ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞ്. ജോയിക്ക് നേന്ത്രപ്പഴവും ഇതും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അവിടെ പോയാല് താത്തന്നെ ഫുഡ് കിട്ടുമെന്നറിയില്ല. എന്തായാലും ഞങ്ങള് പോണ വഴിക്ക് വീഡിയോ എടുക്കാം. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഡയറക്റ്റ് പോവാണ്. ഡയറക്റ്റ് പോവാ. ഇനി ഞങ്ങള് ലഗേജ് ഒക്കെ ആക്കി വെച്ചിട്ടോ. ആദ്യം ചെറിയ ബാഗ് എടുക്കാന്ന് വെച്ച്. പിന്നെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്താണ് ദിവസത്തേക്കാണെങ്കിലും ലഗേജ് ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും. നാളെ നമുക്ക് എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ ഒക്കെ നമുക്ക് അടുത്തിട്ട് തീരുമാനിക്കാം. ഒന്നും നമ്മൾ തീരുമാനിച്ച പോലെ നടക്കാറില്ല. അപ്പൊ ഗൈസ്, ഇനി ഞങ്ങൾ ഇറങ്ങിയിട്ട് ഉള്ള വിശേഷങ്ങൾ. അവിടെ ഗസ്റ്റ് ഉണ്ടോന്നൊന്നും അറിയില്ല അല്ലേ? ഗസ്റ്റ് ഒന്നുമില്ല, അതൊക്കെ താത്തനോട് ചോദിച്ചോ. ഗസ്റ്റ് ഒന്നുമില്ല, ഒവരൊക്കെ ഉണ്ട്. സൈത്താത്തയും പിന്നെ ബെമ്മയും പിന്നെ ശമുത്താത്തയും ഉണ്ട്. ആരുമില്ല. ഒവരുടെയൊക്കെ പോയി നമുക്ക് പിന്നെ മടി ചമ്മലൊന്നുമില്ല, നമ്മൾ ആൾക്കാരല്ലേ. അപ്പൊ സെറ്റ് എന്നാ പോവാ. കിടക്കാനൊക്കെ ഞാൻ പറഞ്ഞു, ജാഫർക്കാട് പറഞ്ഞു നമുക്ക് താത്താന്റെ റൂമിൽ തന്നെ ഒരു റൂമിൽ കിടക്കാം, നമുക്ക് എല്ലാവർക്കും റൂമിൽ സെറ്റ് ആക്കിയിട്ട് കിടക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാ ശരി, കഥയും പറഞ്ഞു കിടക്കാം. എന്നാ പോട്ടെ. ഞങ്ങള് അവിടേക്ക് കുട്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ. അതെന്തൊക്കെയാ വാങ്ങണ്ടേ നോക്കട്ടെ. എന്താ വാങ്ങുക? നല്ല മണം, നല്ല ഷവർമേൻ്റെ വേണം. നിങ്ങൾ നോക്കിക്കോ, ഞാൻ എന്താ എടുക്കാം, നിങ്ങൾ അപ്പുറത്തെ നോക്കിക്കോ. ആ 2-3 നബാട്ടി മേടിക്കാം. അവിടെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, ചില്ലറ കുട്ടികളൊന്നുമല്ല ഉള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും വാങ്ങണം. ലൂയി എന്തെടുത്തേ? അതാ ലൂയി ബിസ്ക്കറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പുതിയൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ബൈറ്റ്സിൻ്റെ, അത് വാങ്ങാം അല്ലേ? മിക്സ്ഡ് ആക്കി വാങ്ങാനല്ലേ? ഇതൊക്കെ എടുത്തോ. ഇങ്ങനെ ഈ 2 വെച്ചെടുത്തോ, അതൊരു ഷെയർ ചെയ്ത് കഴിച്ചോളൂ. അല്ല ബിങ്കോ ബിങ്കോ എടുക്കാം. ലേസ് എരിവുള്ളതെടുക്കാം. 3 ഗൈസ്, ഞാനിവിടെ കേക്ക് ഉണ്ടോ നോക്കാൻ വന്നിട്ടോ. നോക്ക്, ഹായ്, നല്ല രസമില്ലേ?
അടിപൊളി കേക്ക്. കേക്ക് കേക്ക് നമ്മളവിടെ എത്തുമ്പോഴേക്കും എനിക്ക് പിടിക്കാനാവില്ല, ലൂയി ഇതാവും. ഇത് ചിലപ്പോൾ ഓർഡർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കേക്ക് ചോദിച്ചു നോക്കാം, ഒരു ഓർഡറാണോ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തൊക്കെയാ ഇതുള്ള രസമുണ്ട്, നല്ല ടേസ്റ്റിന് കേട്ടോ, നല്ല സ്പൈസി ഉണ്ട്. താത്താക്ക് ജാഗരി, ജാഗരിയും മൈസൂർ പാക്കും സൂചിപ്പിക്കുക കേട്ടോ, വീഡിയോയിൽ സൂചിപ്പിക്കുക. വേറെ എന്തൊക്കെയാ ഉള്ളത് ഇവിടെ? ഫുള്ള് ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് എല്ലാം ചോക്ലേറ്റ് ആൻഡ് ഈത്തപ്പഴം. നല്ല എരിവുണ്ട് കേട്ടോ, അത് നല്ല എരിവുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബേക്കറി ഷോപ്പറിലൊക്കെ കൊടുക്കുന്നത് കാണുന്നത് കേട്ടോ. നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഷോപ്പറിലൊക്കെയാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ തരുന്നത്. ആദ്യമൊക്കെ 50 പൈസേൻ്റെ കവറ്, ഇങ്ങനത്തെ കവറുകളൊക്കെ ആയിരുന്നു. പുരോഗമനം. ഇപ്പോൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടായിരിക്കും. അവർക്ക് ക്യാഷ് പേ ചെയ്തു, ക്യാഷ് പോയും ചെയ്തു, പക്ഷെ അവർക്ക് കിട്ടിയില്ല. ഇനി അതൊക്കെ കഴിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മൾ താത്താൻ്റെ സ്വന്തം നാടായ പന്തല്ലൂർ എത്തിയിരിക്കുകയാണ്. ഫ്ലാഷ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് കാണുന്നില്ല. ഞങ്ങൾ എന്താ പറയുക, കറക്റ്റ് വേഗം എത്തിട്ടോ, കറക്റ്റ് സമയത്തൊക്കെ എത്തി. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവുക. അല്ല, ആകെ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം നിന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അത് അന്ന് ജാഫർക്ക ദുബായിലായിരുന്നു. ഞാനും ഉമ്മച്ചിയും ചെറുപ്പയും ഐസിയും. ലൂയി ഒന്നുമില്ല. എനിക്കൊന്ന് ഒരു കൊറോണൻ്റെ ഒക്കെ മുന്നേ വന്ന് നിന്നാ കേട്ടോ. പിന്നെ താത്താൻ്റെ കൂട്ടാൻ വരും. ജാഫർക്ക് ഗൾഫ് പോയ ഉടനെ നിന്നതാണ്. അപ്പോൾ എന്താ പറയുക, നിൽക്കല്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ രാവിലെ വന്ന ഒരു ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഊട്ടി പോയിട്ടുണ്ട് അല്ലേ. ഇവിടുന്ന് ഊട്ടിയിലോട്ട് ആകെ എത്ര 2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഈ സമയത്തൊക്കെ പോകാൻ നമുക്ക് ഒരു 1.25 മണിക്കൂർ കൊണ്ടൊക്കെ എത്തും. അപ്പം ഇതാണ് താത്താൻ്റെ സ്വന്തം നാടായ പന്തല്ലൂർ ടൗണിൽ തന്നെ കേട്ടോ അവരെ വീട്. ഒന്ന് ഇവിടുന്ന് ടേൺ ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾ പ്ലാൻ എന്ന് വെച്ചാൽ ഓരോ വീടിൻ്റെ സൈഡിൽ വെച്ചിട്ട് അവിടുന്ന് മെല്ലെ ഇറങ്ങി നടന്ന് പോവാ വിചാരിച്ചെ. കാരണം വണ്ടി മുന്നിൽ പോയി നിർത്തിയാൽ ചിലപ്പോ തട്ടൊന്നും ഇട്ടിട്ടുണ്ടാവും, കിട്ടലുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തലേക്കൊന്ന് ബ്ലർ ചെയ്തൊക്കെ നോക്കാം. കാരണം പോരിപ്പോ സ്വന്തം വീട്ടിലായതുകൊണ്ട് എല്ലാവരും തട്ടൊന്നും ഇടലും ഉണ്ടാവാൻ ചാൻസ് കുറവുണ്ടാവും. ഇവിടെ നിന്നിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യും കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്താൽ ഒരു 100 മീറ്റർ അത്ര തന്നെ ഉള്ളൂ അവരെ വീട്ടിലോട്ട്. ഇങ്ങനെയല്ല, ഇവിടെ നിന്നിട്ട് ടേൺ ചെയ്യും അല്ലേ. ഓക്കെ നമ്മളെത്തി. നമ്മൾ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. വാതിലൊക്കെ തുറന്നിട്ടിരിക്കണേ. ഇനി ഗേറ്റ് തുറക്കുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കുന്നില്ല. ലൈറ്റ് കിട്ടണമെങ്കിൽ രാത്രി ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ മെല്ലെ ഗേറ്റ് ഇതാ സൈഡിൽ തുറന്നിട്ടിരിക്കണേ. നല്ല വാ. മിക്കവാറും ലൂയിനെ കയറ്റിവിട്. ബേബി താത്ത. സമതുക്ക. ഞാൻ അവിടെ ഒന്ന് പോയിട്ട് എത്തേ, ആ റിയാക്ഷൻ കിട്ടട്ടെ. പറയില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടാവില്ലേ. സർപ്രൈസ് ആയോ? പറ്റില്ല. ഫസ്റ്റ് റൂമനെ ഒന്ന് കണ്ടു. ഫോണ് ബേബി താത്തനെ കിട്ടി.
ആ ബേബി തന്നെ കിട്ടി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും ചെക്കപ്പൊക്കെ എല്ലാരും വന്നതിന്റെ അല്ലല്ല വീണ് 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 വീണാ ഇല്ല 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 കരയണേ പറയാത്ത ഫുഡ് പ്രതീക്ഷിക്കാത്ത പരമായി പോയി. ഞാൻ എന്ത് വിട്ടു പോയിട്ടൊരു വിളിയൊന്നുമില്ല. അത് എത്ര ടൈം അതേതായാലും നന്നായി. ഞാൻ മേപ്പാടി എത്തി. ഞാൻ മേപ്പാടി ആരാണിത് പ്രശ്നം? സർപ്രൈസ് ആയത് ഇപ്പൊ കേക്ക് മനസ്സിലാവും എവിടെയാണ് ഇത്. നിങ്ങള് ഞങ്ങളെ കൂട്ടാണ്ട് പോയില്ലേ? നിങ്ങക്ക് സീറ്റ് തരാൻ ഇത്ര സമയം നിങ്ങള് ഞങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ ഇഡ്ഡലി സാമ്പാർ. ഇവര് തമിഴന്മാരാട്ടോ, ഇവര് തമിഴന്മാരാണ്. അതുകൊണ്ട് ഇഡ്ഡലി സാമ്പാർ ചിക്കന്. ഇതെന്താ താളോ? താള് ആരും കഴിച്ചിട്ടില്ല. ചാടി കേറി ഇരുന്നിക്കാണ്. ചട്നി ഉണ്ട്, പച്ചടി, പപ്പടം, ചോറ് എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാ. ഞങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് അറിയാലോ ജാഫർക്കാക്ക് എന്താ ഇഷ്ടമെന്ന്. അത് താള് 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 അല്ല ഇല. ആ തണ്ടില്ല ഇങ്ങനെ ചേമ്പിന്റെ തണ്ട്. ഏത് നല്ല ടേസ്റ്റാ. സർപ്രൈസ് അല്ലേ? അല്ല ജാഫർക്കാക്ക് ഇത് മതി. ഇത് അല്ല ഇതും ചോറും സാമ്പാറും. നിങ്ങൾക്കറിയാലോ താത്ത ഭയങ്കര ഫോർമാലിറ്റി. ഇങ്ങനെയല്ലല്ലോ, ആള് മാറിയോ? അപ്പൊ കഴിച്ച് നമുക്കൊരു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല. കാരണം ഇവിടെ കുറേ പേർക്ക് ഇങ്ങനെ എന്താ മടിയൊക്കെ ആയതുകൊണ്ട്. അപ്പം നാളെ ആകുമ്പോൾ എല്ലാവരും ഉഷാറാവും ഇൻഷാ അല്ലാ. അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്താണ് ഫുഡൊക്കെ കഴിച്ചു, കുറേ ഗെയിംസ് ഒക്കെ കളിച്ചു. എന്താണ് അപ്പോൾ ഗെയിംസ് ഒന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതൊക്കെ നമ്മൾ ചറ വരാതെ കളിച്ചതാണ്. അപ്പോൾ നമുക്ക് താത്താൻ്റെ എക്സ്പീരിയൻസ് ചെയ്തത് താത്തപ്പോഴും ഞങ്ങളൊക്കെ തണുപ്പാട്ടോ. താത്ത ഫാൻ ഇട്ടോണ്ട്. കാരണം എന്താ പറയുക വന്നേനെ ഞങ്ങളൊരു അല്ല ആ അങ്ങനെ വന്നേണ്ടല്ലോ. പെട്ടെന്ന് നമ്മൾ ഭയങ്കര സർപ്രൈസ്, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ആ ഭയങ്കര സർപ്രൈസ് ആയി. ഇത് എല്ലാരും ഉണ്ട്. അപ്പൊ ആകെ കൂടെ ഫുഡൊക്കെ എന്താ ചെയ്യാ? ഫുഡൊക്കെ ഞാൻ കാണിച്ചതില്ല. നല്ല ഇഡ്ഡലിയും സാമ്പാറും താളും. ഞാൻ താള് നല്ല കൂട്ടിട്ടോ. നമ്മളെന്താ രാത്രി ഒരു താളോ? ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ താള് കൂട്ടിയിട്ടേ ഇല്ല. നമ്മള് കൂട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല വെളുത്തുള്ളിന്റെ ചെറിയും. എന്റെ ഫോണില് വെള്ളം കുറച്ചോ. അപ്പൊ എന്താണ് ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ ആണ്. ഞാൻ സ്റ്റേ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അറിയാണ്ട് എന്റെ വായനത് വീണുപോയി. ഒന്നും കൂടെ വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ സാരില്ല എന്താണ് നമുക്ക് രാവിലെ എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളോട് നിക്കുന്നുണ്ടോ ചോദിച്ച്. ഇനി ഇവിടെ ഉള്ള എല്ലാരും നമുക്ക് രാവിലെ പരിചയപ്പെടാം. എല്ലാരും സെറ്റ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം.
അപ്പൊ വന്നപ്പോ എല്ലാവർക്കും കുറച്ച് ഒരു മടി. എല്ലാരും അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിൽക്കാണ്. അപ്പൊ അത് കാരണം തന്നെ മടിയെന്ന് വെച്ചാൽ ഇത് വൃത്തിയിലൊക്കെ നീറ്റിലൊക്കെ നിക്കാന്നുള്ള ഇത് കേട്ടോ. ഗസ്റ്റ് ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പൊ പിന്നെ ആ ഒരു പോരെ പോക്കും ഉച്ചക്ക് നിങ്ങൾക്ക് എന്തോ സദ്യ ഒക്കെ ആയി. സദ്യ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോൺ വെജ് സദ്യ. അത് മിസ്സായി. അത് നിങ്ങൾ എത്തണമായിരുന്നു ശരിക്കും. രാവിലെ ഞങ്ങൾക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഇനി ഇഡ്ലി. ഈ വീഡിയോ ഞങ്ങളിവിടെ അല്ല ഈ വീഡിയോ ഞങ്ങളുടെ ഭയങ്കര നാളെ നമുക്ക് നല്ല പിന്നെ അല്ല പറയട്ടെ അതന്നെ ഈ വീഡിയോ ഞങ്ങളുടെ ഭയങ്കര ഞങ്ങൾ രാവിലെ പുതിയ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ നടക്ക എത്ര പേരുണ്ട്? എല്ലാം ഉണ്ട് പുറകിലുണ്ട്. ഇസു ഉണ്ട്, റുവ ഉണ്ട്, സിയ ഉണ്ട്, എല്ലാം ഉണ്ട്. രാവിലെ എണീറ്റിട്ട് നമ്മള് ചായ കുടിക്കാൻ പോകും. ചായ കുടിക്കാൻ പോയി ജസ്റ്റ് ഇങ്ങനെ പന്തല്ലൂര് ടൗണ്. ഇപ്പൊ ഞമ്മക്ക് ഞമ്മളെ ടൗണും ഇതൊക്കെ നമ്മളെ ടൗണ് എന്നെ വിളിക്കും നടക്ക്. കരടി ഉണ്ടാകും. പറയാൻ പറ്റില്ല. പന്തല്ലൂരിലെ കരടി ഉണ്ട്. അല്ല നമ്മളെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇറങ്ങാനൊരു മടിയായിരിക്കും ക്യാമറ ഒക്കെ പിടിച്ചങ്ങനെ. ഇവിടുത്തെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. കരടി നമ്മളെ അവിടെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടത്. മേപ്പാടിയിലും ഇഷ്ടംപോലെ കരടിയും. അപ്പൊ നാളെ രാവിലെ അപ്പൊ നാസ്ത എല്ലാം ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ എന്താ പറയാ എല്ലാം കമന്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ ബെല്ലൈക്കണം കൂടി അടിച്ചാണ് കുട്ടികൾ. അപ്പൊ ഞങ്ങൾ ഇതെല്ലാരും ഈ റൂമിലായിട്ട് കിടക്കണേ. ഞാനും താത്തയും ജാഫർക്കയും വിഷുവും എല്ലാരും സമയം ഒരുപാട് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് 12 മണിയാവാൻ നോർമൽ ടൈം ഞങ്ങൾ കിടക്കാൻ നേരത്തെ പോവാ. പറഞ്ഞേക്കാം. അപ്പൊ ഹോളിഡേ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ ബൈ. ബൈ.